Hi friends, welcome back to Maths at 360 degree with Sonia. Chapter 14 Mathematical Reasoning ആണ്. നിങ്ങളുടെ പ്ലസ് 1 മാത്സിലെ ഏറ്റവും എളുപ്പമുള്ള പാഠങ്ങളിൽ ഒരെണ്ണമാണിത്. അതിന്റെ കൂടെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് രണ്ട് ചെറിയ സെക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. സോ നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ പാഠത്തില് 14.3.1 14.5.1 പറയുന്ന രണ്ട് ചെറിയ സെക്ഷൻസ് മാത്രം ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിച്ചാൽ മതി. ബാക്കി പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, നിങ്ങൾ അല്ലാതെ നോക്കണം. പക്ഷെ സെപ്റ്റംബറിലെ എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം, ഈ രണ്ട് ചെറിയ സെക്ഷൻസ് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി. സോ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ 14.3.1 നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. മീൻസ് ഒരു സ്റ്റേറ്റ്മെന്റിന് നെഗേഷൻ എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ നോട്ട് ചേർക്കും. അത് തന്നെയാണ് ഈ ഒരു നെഗേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു നോട്ട് ചേർക്കുന്നതാണ്. നോട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നോട്ട് ഇല്ലാതെ, നോട്ട് ഒഴിവാക്കി എഴുതുന്നതാണ് നെഗേഷൻ. ഇനിയിപ്പൊ നോട്ട് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതുന്നതാണ് എന്ത്? നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റിനെ പി എന്ന് ഡിനോട്ട് ചെയ്യാണ്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ന്യൂഡൽഹി ഈസ് എ സിറ്റി. അപ്പം ഇതിന്റെ നെഗേഷൻ എനിക്ക് എഴുതണം. ഇതിന്റെ അകത്ത് നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല. സോ എന്ത് ചെയ്യണം? ഇതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് ചേർത്ത് എഴുതുന്നതാണ് നെഗേഷൻ. അപ്പൊ നെഗേഷൻ ഇങ്ങനെയാണ് സിമ്പിള്. നെഗേഷൻ ഓഫ് പി ഈസ് സച്ച് ദാറ്റ് ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. ഒന്നുമില്ല, സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇനിയിപ്പോ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് false that. It is false that means ഇതിന്റെ നേരെ നെഗറ്റീവ് മീനിങ് നമുക്ക് വന്നാൽ മതി. It is false that New Delhi is a city means New Delhi city ആണെന്ന് പറയുന്ന കാര്യം തെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇത് കുറച്ച് എക്സാമ്പിൾസ്, എന്ത് പറയുക, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻസ് എങ്ങനെയൊക്കെ എഴുതുകയെന്ന് നമുക്ക് നോക്കാം. എക്സസൈസ് 14.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ നെഗേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ നെഗേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അതിന്റെ നെഗേഷൻ നേരെ നെഗറ്റീവ് മീനിങ് വരണം. നമുക്ക് എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്താൽ മതി. അപ്പൊ എന്ത് വരും? ചെന്നൈ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് Chennai is not the capital of Tamil Nadu. ഇനി നെക്സ്റ്റ് നോക്കിയേ. √2 is not a complex number. √2 is not അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ആ നോട്ട് ഒഴിവാക്കി എഴുതിയാൽ മതി നെഗേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. നെഗേഷൻ എങ്ങനെ വരും? √2 is a complex number. √2 is a complex number. നെക്സ്റ്റ്, ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ നോട്ട് ഒഴിവാക്കി എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നെക്സ്റ്റ്, ദ നമ്പർ 2 ഈസ് ഗ്രേറ്റർ ദാൻ 7. അപ്പൊ നമുക്ക് നേരെ നോട്ട് ചെയ്യാത്ത എഴുതാം. അപ്പൊ എന്ത് വരും? ദ നമ്പർ 2 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 7. സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാ, അല്ല, എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന പാഠമാണിത്. സോ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ്, എവരി നാച്ചുറൽ നമ്പർ ഈസ് ആൻ ഇന്റിജർ. നമുക്ക് എങ്ങനെ എഴുതാം? എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ആൻ ഇന്റിജർ. ഈ ഒരു രീതിയിൽ എഴുതാം. സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എഴുതാം. മീൻസ് ഇപ്പൊ ഞാൻ പറയാണ് ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. എനിക്കത് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അല്ലെങ്കിൽ √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. നമുക്ക് നേരെ എഴുതാം. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് നെഗേഷൻസ് എഴുതാം. ഇനി നമുക്ക് ഈ എക്സസൈസിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന രണ്ട് പെയർസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ പെയറും തമ്മില് എന്താണോ നോക്കണം? നെഗേഷൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്
ദ നമ്പർ എക്സ് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. അപ്പൊ നമ്മൾ അതിന്റെ സിമ്പിൾ ആയിട്ട് അതിന്റെ നെഗേഷൻ ആലോചിക്കും. നമുക്ക് ഇത് എന്താ കിട്ടുക? ദ നമ്പർ എക്സ് ഈസ് എ റാഷണൽ നമ്പർ. അതായിരിക്കണം നമ്പർ എക്സ് ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ട് ആലോചിക്കുമ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ. നമ്പർ എക്സ് ഈസ് എ റാഷണൽ നമ്പർ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ദ നമ്പർ എക്സ് ഈസ് നോട്ട് ആൻ ഇറാഷണൽ നമ്പർ. നമ്പർ എക്സ് ഈസ് നോട്ട് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ റാഷണൽ നമ്പർ ആണെന്നല്ലേ? മീൻസ് ഈ ഒരു മീനിങ് തന്നെയല്ലേ അതിന് വരുന്നത്? മീൻസ് ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷന്റെ മീനിങ് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇവര് തമ്മിൽ നെഗേഷൻസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ആണ് രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് തന്നതിന്റെ നെഗേഷൻ ആണ് ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റ്. സോ ഇതെന്താണ്? നെഗേഷൻസ് ഓഫ് ഈച്ച് അതർ. ഇനി നെക്സ്റ്റ്, ദ നമ്പർ എക്സ് ഈസ് എ റാഷണൽ നമ്പർ. നമ്പർ എക്സ് ഈസ് എ റാഷണൽ നമ്പർ. ഇതിന്റെ നെഗേഷൻ എന്താണ്? ദ നമ്പർ എക്സ് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. നോട്ട് എ റാഷണൽ നമ്പർ അല്ല എന്ന് പറയുമ്പോൾ അവിടെ അതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണല്ലോ. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. നമ്പർ എക്സ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ ഇതെന്തായി? ഇവർ രണ്ടുപേരും തമ്മിൽ നെഗേഷൻസ് ആണ്. സോ ഇതും they are negations of each other. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. സോ ഈ ഒരു എക്സസൈസില് തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല, എന്നാൽ പോലും അത് ഭയങ്കര എളുപ്പമുള്ള ഒരു പോർഷൻ ആണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ് എന്താ സംഭവം എന്ന്. അപ്പം അവിടെ പറയുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് അവിടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ആ ചേർത്ത് എഴുതുന്ന വേർഡ്സ് ഓർ അല്ലെങ്കിൽ ആൻഡ്, ഈ രണ്ട് വേർഡ്സ് ചേർത്തിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ചേർത്ത് എഴുതുമ്പോൾ അതെന്തായി? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയി. അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് എന്താ പറയാ, അതിന്റെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എഴുതണം. അതുപോലെ തന്നെ ഓരോ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ 3 ഈസ് പ്രൈം ഓർ ഓഡ്. മീൻസ് ഓർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ചേർത്ത് എഴുതിയിരിക്കുന്നത്. സോ ഇവരുടെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ വരും? നമ്പർ 3 ഈസ് പ്രൈം, ഒന്നാമത്തെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഏതാ? നമ്പർ 3 ഈസ് ഓഡ്. ഇനി ഈ ഓരോ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. നമ്പർ 3 ഈസ് പ്രൈം എന്ന് പറഞ്ഞാൽ 3 പ്രൈം നമ്പർ അല്ലേ? സോ ഇത് ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് നമ്പർ 3 ഈസ് ഓഡ്, 3 ഓഡ് നമ്പർ അല്ലേ? സോ ഇതും ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ വരും. ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ്, ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ്, ഓൾ ഇന്റിജേഴ്സ് ആർ നെഗറ്റീവ്. ഇങ്ങനെ രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയല്ലോ. ഇനിയിപ്പോ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ്, എല്ലാ ഇന്റിജേഴ്സും പോസിറ്റീവ് ആണോ? അല്ല, കാരണം നെഗറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട്. സോ നമുക്ക് എല്ലാ ഇന്റിജേഴ്സും പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇതെന്തായി? ഫോൾസ് ആണ്. ഇനി ഓൾ ഇന്റിജേഴ്സ് ആർ നെഗറ്റീവ്, എല്ലാ ഇന്റിജേഴ്സും നെഗറ്റീവ് ആണോ? അല്ല, കാരണം പോസിറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട്. സോ ഇതും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് ഒരുമിച്ച് പറയുമ്പോൾ ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പറയുമ്പോൾ അത് ശരിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് 100 ഈസ് ഡിവിസിബിൾ ബൈ 3, 11, 5. ഞാൻ പറഞ്ഞു കമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ചേർത്ത് എഴുതുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം, 3 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. ഒന്നിൽ കൂടുതൽ എന്നുള്ള കണ്ടീഷൻ മാത്രം മതി. സോ ഇവിടെ നോക്കി 100 ഈസ് ഡിവിസിബിൾ ബൈ 3, 11 and 5. ഇതിനെ നമുക്ക് 3 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ഏതൊക്കെയാ? 100 ഈസ് ഡിവിസിബിൾ ബൈ 3, 100 ഈസ് ഡിവിസിബിൾ ബൈ 3. ഇനി നെക്സ്റ്റ് 100 ഈസ് ഡിവിസിബിൾ ബൈ 11, 100 ഈസ് ഡിവിസിബിൾ ബൈ 5. ഇങ്ങനെ 3 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കി ട്രൂ ആണോ ഫോൾസ് ആണോ? 3 കൊണ്ട് 100 ഈസ് ഡിവിസിബിൾ ബൈ 3 നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്തായി? ഫോൾസ് ആണ്. 100 ഈസ് ഡിവിസിബിൾ ബൈ 11 ഫോൾസ് ആണ്. 100 ഈസ് ഡിവിസിബിൾ ബൈ 5 അതെന്തായി? ട്രൂ ആണ്. സോ സിമ്പിൾ അല്ലേ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്? സോ നെഗേഷന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓറും ആൻഡും ചേർത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ, ആ ഒന്നിൽ കൂടുതലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിളിക്കുന്ന പേരാണ് ഇത് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഫോക്കസ് ഏരിയ സെക്ഷനിലേക്ക് ഇനി കിടക്കാം. നെക്സ്റ്റ് നമ്മള് ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ പഠിക്കാൻ പോവാണ്.
നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള യൂസേജ് ആണ് if then. മീൻസ് if ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ then നെക്സ്റ്റ് കണ്ടീഷൻ ഉണ്ട്. മീൻസ് if you are born in India, if you are born in India, then you are an Indian. സിമ്പിൾ ആയിട്ട് ഞാൻ ഓർത്തത് പറഞ്ഞതാണ് കേട്ടോ. if you are born in India, then you are an Indian. ക്ലിയർ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ if then എന്ന് പറയുന്ന ആ ഒരു യൂസേജിന് നമുക്ക് എങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻസ് ഇതിലേക്ക് എഴുതാൻ പറ്റും നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, പിയും ക്യൂവും. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഇനി ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം എനിക്ക് ഇതിനെ ഇംപ്ലിക്കേഷൻസ് 5 രീതിയിൽ എഴുതാൻ പറ്റും. ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന പോർഷൻ ഉപയോഗിച്ചിട്ട് 5 രീതിയിൽ എഴുതാൻ പറ്റും. അതിൽ ഒന്നാമത്തെ രീതിയാണ് ഇംപ്ലൈസ്. മീൻസ് ഇംപ്ലൈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അടുത്തത് ഉണ്ട്, അതാണ് കണ്ടീഷൻ. അപ്പൊ എന്താണ് അതിന്റെ സിമ്പല് ഇങ്ങനെ 2 ലൈൻ വരച്ചിട്ട് ആരോ മാർക്കാണ് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് എഴുതുക. പി ഇംപ്ലൈസ് ക്യൂ. ഇതെങ്ങനെ എഴുതുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പറയും, എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 implies the number is a multiple of 3. ഓക്കെ ആണല്ലോ. ഇഫ് ദെൻ എന്നുള്ള ആ ഒരു മീനിങ് തന്നെയാണല്ലോ വന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 implies the number is a multiple of 3. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എഴുതാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് P is a sufficient condition for Q. P is a sufficient condition for Q. P is a sufficient condition for Q. മീൻസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകണമെങ്കിൽ P എന്തായാലും സഫീഷ്യന്റ് ആണ്. Q ഉണ്ടാകാൻ P എന്തായാലും വേണം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, number is a multiple of 9 is a sufficient condition for that number to be a multiple of 3. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സഫീഷ്യന്റ് ആണ് എന്തിനു വേണ്ടിയിട്ട് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. മീൻസ് ഇപ്പൊ പറയാണ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറഞ്ഞ അവിടെ എന്തായാലും നമുക്ക് എന്ത് പറയാം, ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ ആണല്ലോ. മീൻസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ധാരാളമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോ ഈ ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ എങ്ങനെ എഴുതാം, ഫോർ എ നമ്പർ ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് 3 it is sufficient that. മീൻസ് അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് പറയാൻ വേണ്ടി എന്ത് മാത്രം മതി നമുക്ക്, ഇറ്റ് ഈസ് സഫീഷ്യന്റ് ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ ആണല്ലോ. ഇത് എഴുതിയത് എങ്ങനെയാണ്, ഇനി 3 രീതിയിലും കൂടെ എഴുതുന്നുണ്ട്, നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ പറയുന്നത് ഈ ഒരു പിയും ക്യൂവും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഇഫ് ദെൻ യൂസേജ് ഇംപ്ലിക്കേഷൻ ഡിഫറെന്റ് രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോ മൂന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പി ഓൺലി ഈഫ് ക്യൂ. മീൻസ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എപ്പോഴേ ഉണ്ടാവുള്ളൂ, ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉള്ളപ്പോൾ മാത്രം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 only if it is a multiple of 3. Okay ആണല്ലോ. only if it is a multiple of 3. സെയിം മീനിങ് ആണല്ലോ. if then മീൻസ് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ അതെന്തായി, അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നാലാമത്തേത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈപ്പ് ആണ്. നമുക്ക് പറയാം ക്യൂ ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ പി. Q is a necessary condition for P. Means P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നെസസറി കണ്ടീഷൻ ആണ് എന്ത്, Q. P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് തന്നെയാണ് Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മീൻസ് ഈ ഒരു 5 ടൈപ്പ് എഴുതുന്നതിന് സെയിം മീനിങ് ആണ്, പക്ഷെ നമ്മൾ ഇവിടെ വേറെ ടൈപ്പ് യൂസ് ചെയ്ത് സെന്റൻസുകൾ എഴുതുകയാണ്. അപ്പൊ ഇത് എങ്ങനെ പറയാം, then
a number is a when a number is a multiple of 9, അപ്പം 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ആ ഒരു വേർഡ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് നെസസറിലി എ മൾട്ടിപ്പിൾ ഓഫ് 3. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് വരുന്നത് സെയിം മീനിങ് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മീൻസ് ഇപ്പൊ പറയാണ് ഒരു നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അത് നേരെ തിരിച്ച് നമുക്ക് പറഞ്ഞൂടെ, ഒരു നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അത് 9ന്റെ മൾട്ടിപ്പിളും അല്ല, അങ്ങനെ പറഞ്ഞൂടെ. മീൻസ് 3ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇത് നെഗേഷൻ ഓഫ് ക്യൂ ആയില്ലേ. എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതിന്റെ നെഗേഷൻ ആണ് എ നമ്പർ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് എന്ന് പറയാം നെഗേഷൻ ഓഫ് പി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? If a number is not a multiple of 3, if a number is not a multiple of 3, then it is not a multiple of 9. Okay ആണല്ലോ. സോ നമ്മളിപ്പോ 5 മൾട്ടിപ്പിൾ ഓഫ് 9. സോ നമ്മളിപ്പോ 5 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. ഇംപ്ലിക്കേഷൻസ് ഇഫ് ദെൻ യൂസേജ് വരുന്നതിൽ സെയിം മീനിങ് വരുന്ന 5 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എക്സസൈസിൽ കിടപ്പുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്. സോ നമുക്ക് ഇനി നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷൻ നോക്കാം. സോ നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് എങ്ങനെ എഴുതാം, കോൺവേഴ്സ് എങ്ങനെ എഴുതാം, അത് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. മീൻസ് ഇഫ് ദെൻ യൂസേജ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 2 സ്റ്റേറ്റ്മെന്റ്സ് തരികയാണ്, പിയും ക്യൂ. ഓക്കെ ആണല്ലോ. പിയും ക്യൂവും സ്റ്റേറ്റ്മെന്റ് തരികയാണ്. പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ അതെന്താണ്, ഇഫ് പി ദെൻ ക്യൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഈ ഒരു ഇംപ്ലിക്കേഷന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. ഇത് കോൺട്രാ പോസിറ്റീവ് ആണ് കേട്ടോ. കോൺട്രാ പോസിറ്റീവ് എന്താണ്? നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. ഇനി നെക്സ്റ്റ് വരുന്നത് കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് ഈ ഒരു പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇംപ്ലൈസ് പി ആണ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കാൻ. മീൻസ് 2 സ്റ്റേറ്റ്മെന്റ് ആണ് പിയും ക്യൂവും. ക്യൂവിന്റെ നെഗേഷനും പിന്റെ നെഗേഷനും നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അതൊന്ന് ജസ്റ്റ് ഓർഡർ തിരിച്ചെഴുതിയാൽ മതി. കോൺട്രാ പോസിറ്റീവിന് പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോൺട്രാ പോസിറ്റീവ് എന്താണ്? നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. ഇനി നെക്സ്റ്റ് കോൺവേഴ്സ് എന്താണ്? പി ഇംപ്ലൈസ് ക്യൂവിന്റെ നേരെ തിരിച്ച് ക്യൂ ഇംപ്ലൈസ് പി. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇഫ് എ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, then it is a multiple of 3. അപ്പം ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതണമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവണം. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എ മൾട്ടിപ്പിൾ ഇസ് എ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എങ്ങനെ എഴുതണം? കോൺട്രാ പോസിറ്റീവ് നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. അപ്പൊ ആദ്യം നെഗേഷൻ ഓഫ് ക്യൂ എഴുതണം. നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ നമ്പർ ഈസ് എ ഇഫ് ചേർക്കണം ആദ്യം, കാരണം ഇംപ്ലൈസ് ആണല്ലോ. സോ ഇഫ് ദെൻ കണ്ടീഷൻ തന്നെ വരണം. ഇഫ് എ നമ്പർ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3, ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3, then negation of p. Negation of p എന്ന് പറഞ്ഞാൽ then it is not a multiple of 9. കോൺട്രാ പോസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കോൺവേഴ്സ് എഴുതണം. കോൺവേഴ്സ് നമ്മൾ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു പഠിച്ചത്? പി ഇംപ്ലൈസ് ക്യൂ രീതിയിലാണെങ്കിൽ അതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇംപ്ലൈസ് പി ആണ്. നേരെ തിരിച്ച് ആദ്യം മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ പിന്നെ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് a number is a എപ്പോഴും if ചേർക്കണം ആദ്യം. if a number is a multiple of 3, കാരണം ക്യൂ ആണല്ലോ, ക്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3, then it is a multiple of 9. then it is a multiple of 9. so ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് എക്സസൈസിൽ കിടപ്പുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഒരു ചെറിയൊരു
ഇംപ്ലിക്കേഷൻ, വേറൊരു ടൈപ്പ് ഇംപ്ലിക്കേഷനും കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യാണ്. പി ക്യൂ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നാണ് നമ്മൾ എഴുതുക. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ മീൻസ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് രണ്ട് സൈഡിലോട്ടും ആണ്. നമ്മൾ നേരത്തെ പഠിച്ച യൂസേജ് എന്ന് പറയുന്നത് ഇഫ് ദെൻ ആയിരുന്നു. മീൻസ് പി ഇംപ്ലൈസ് ക്യൂ. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായിരുന്നു ഇഫ് ദെൻ. ഇനി ഇവിടെ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മീൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോ എക്സിസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അതാണ് ഇഫ് ദെന്നും ഇഫ് ആൻഡ് ഓൺലി ഇഫും തമ്മിലുള്ള വ്യത്യാസം. മീൻസ് എങ്ങനെയാണ്? പി ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പി ഉണ്ടെങ്കിൽ പിന്നെ ക്യൂ ഉണ്ട്. ഇവിടെ നേരെ തിരിച്ച് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്, ക്യൂ ഉണ്ടെങ്കിൽ പി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കോ എക്സിസ്റ്റ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. സോ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇഫ് എ റെക്ടാംഗിൾ ഈസ് എ സ്ക്വയർ ദെൻ ഓൾ ഇറ്റ്സ് 4 സൈഡ്സ് ആർ ഈക്വൽ. എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിൾ സ്ക്വയർ ആകുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിന് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ചേർത്ത് പറയണം. മീൻസ് ഇതിന്റെ അർത്ഥം എന്താ? സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം. സ്ക്വയർ ആണെങ്കിൽ അതിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു റെക്ടാംഗിളിന്റെ 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആണല്ലോ. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ചേർത്തിട്ട് rectangle is a square. Rectangle is a square. ആദ്യത്തെ ഇഫും മീൻസ് ഇവിടെ ഇഫും തന്നെ ഒഴിവാക്കി സ്റ്റേറ്റ്മെന്റുകളെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ചേർത്തെഴുതുക. rectangle is a square. If and only if its 4 sides are equal. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ്? റെക്ടാംഗിൾ സ്ക്വയർ ആവണമെങ്കിൽ 4 സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു റെക്ടാംഗിളിന്റെ 4 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? സ്ക്വയർ ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു ടൈപ്പ് ഓഫ് ഇംപ്ലിക്കേഷൻ ആണ്. സോ ഇന്ന് നമ്മള് ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ് ഫോക്കസ് ഏരിയ സെക്ഷൻ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.